എന്തുകൊണ്ടായിരുന്നു ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾക്ക് ഇടയ്ക്കിടെയുള്ള മൂത്രക്കടച്ച് അല്ലെങ്കിൽ മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത്? പ്രധാനമായിട്ടും ആൺകുട്ടികളിലും പെൺകുട്ടികളിലും തമ്മിലുള്ള മൂത്രനാളികൾ തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ഈ ഒരു കാര്യം കിടക്കുന്നത്. പെൺകുട്ടികളെ മൂത്രനാളിയെ അപേക്ഷിച്ച് ആൺകുട്ടികളെ മൂത്രനാളിക്ക് ഏകദേശം 5 മടങ്ങ് വലുപ്പമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതേപോലെ തന്നെ പെൺകുട്ടികളെ യൂറിത്രൽ ഓപ്പണിങ് ഈ വജൈനയുടെയും ആനൽ ഓപ്പണിങ്ങിന്റെയും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ഇടയ്ക്ക് മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കും, മൂത്രം പിടിച്ചു വെക്കും. ഇത്തരം യൂറിനൽ സ്റ്റേസിസ് വരുമ്പോഴും മൂത്രപ്പഴുപ്പിനുള്ള സാധ്യത കൂടുതലാണ്. ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ മലബന്ധമുള്ള കുട്ടികളിൽ മൂത്രപ്പഴുപ്പ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് നിർബന്ധമായിട്ട് നമ്മൾ വേണ്ട അളവിൽ വെള്ളം കൊടുക്കുകയും കൃത്യമായ ഇടവേളകൾ വേണ്ട സമയങ്ങളിൽ നമ്മൾ മൂത്രം ഒഴിക്കാനുള്ള നിർദ്ദേശം നൽകുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കഴുകാനുള്ള ശീലം നമ്മൾ ഉണ്ടാക്കുകയും വേണം. അതേപോലെ സ്കൂളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടികൾക്ക് ശരിയായ രീതിയിൽ വൃത്തിയായ രീതിയിൽ മൂത്രം ഒഴിക്കാനുള്ള ടോയ്ലറ്റുകളും മറ്റും നമ്മൾ ഒരുക്കുകയും വേണം. എന്നിരുന്നാൽ മാത്രമേ കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ മൂത്രക്കടച്ചിൽ എന്ന ഈ രോഗത്തെ നമുക്ക് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള മൂത്രപ്പഴുപ്പ് കാരണത്താൽ കുട്ടികൾ ഭാവിയിൽ സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ, ദ ഫൈനൽ വേർഡ് ഇൻ ഹോമിയോപ്പതി, കൊടശ്ശേരി, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.